ഇന്ന് നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയും വെച്ചിട്ട് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു മസാലക്കറി തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം ഒരു മൺചട്ടി അടുപ്പേ വെച്ച് നന്നായി ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനകത്തേക്ക് 250 ഗ്രാം വെണ്ടയ്ക്ക നീളത്തിലരിഞ്ഞെടുത്തതാണ്. അതിട്ട് അതിൻ്റെ വഴുവഴുപ്പൊന്ന് മാറാൻ വേണ്ടി വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആക്കി എടുക്കണ്ട, അതിൻ്റെ വഴുവഴുപ്പൊന്ന് മാറി വന്നാൽ മതി. പിന്നെ വഴുവഴുപ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിനകത്തേക്ക് നമുക്ക് കോരി മാറ്റാം. ഇനി ആ മൺചട്ടിക്കകത്തേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവയും കടുകും ഒക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിനകത്തേക്ക് 2 പച്ചമുളക് നെടുകെ പൊളന്നതും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി എല്ലാം പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസിലെ തക്കാളി ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അടച്ചു വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അല്പം പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വെണ്ടയ്ക്കായും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മസാലയുമായിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിനകത്തേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലാക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ. ഇപ്പോൾ പാകത്തിന് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രുചികരമായ വെണ്ടയ്ക്ക മസാലക്കറി ഇവിടെ തയ്യാറായിരിക്കുന്നു.